Okay, so shall we review what we said, what we viewed in the last lecture? നാം നേരത്തെ ചിന്തിച്ചത് വേഗത്തിൽ ഒന്ന് ഓടിച്ചു പോവുകയാണ്. On the sanctuary, we'll just review the sanctuary part. Okay. ആ സമാഗമന കൂടാരത്തിന്റെ ആ സന്ദേശം മാത്രം നമ്മൾ വേഗത്തിൽ ഒന്ന് പരിശോധിക്കുകയാണ്. Yes. So Hiram Edson, as he was walking in the cornfield, looked up and saw the heavens open. ചോളത്തോട്ടത്തിലൂടെ നിരാശരായ ഹിരാം എഡ്സനും തന്റെ കൂട്ടുകാരനും നടക്കുന്ന സമയത്ത് തല ഉയർത്തി സ്വർഗത്തിൽ ഒരു ദർശനം കാണുന്നു. Or at least it was an understanding that he had that Jesus went from the holy place to the most holy place in that day. വാസ്തവത്തിൽ ഒക്ടോബർ 22 യേശുക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു എന്ന വലിയൊരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ മുൻപാകെ തുറക്കപ്പെട്ടു. If you remember, Leviticus 16 talks about the cleansing of the sanctuary. ലേവ്യ പുസ്തകം 16 അധ്യായം നാം വായിക്കുവാൻ ഇടയായാൽ അവിടെ ഭൂമിയിലെ കൂടാരത്തിൽ സംഭവിക്കുന്ന ആ ഒരു ശുദ്ധീകരണ ശുശ്രൂഷയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And to understand what that meant, ആ അധ്യായത്തിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ they had to study the earthly sanctuary. ഭൂമിയിലെ കൂടാരത്തിൽ ആ ദിവസം എന്ത് സംഭവിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയാൽ, remember they had made a mistake in thinking that the earth was the sanctuary. നാം ഓർക്കുക, അവർ അന്നത്തെ ലോകപരമായ ചിന്തയനുസരിച്ച് ഭൂമിയാണ് കൂടാരം അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരം എന്ന ചിന്താഗതിയാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. So they went back to study what the Bible said about the earthly sanctuary. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുവാനായി ഭൂമിയിലെ കൂടാരത്തിലെ ശുശ്രൂഷകളെ കുറിച്ച് ആഴമായി പഠിക്കുവാൻ അവർ കടന്നുപോയി. And there were several items in the sanctuary. ആ കൂടാരത്തിലെ ധാരാളം ഉപകരണങ്ങളെ കുറിച്ച് അവർ വ്യക്തിയായി പഠിക്കുവാൻ തുടങ്ങി, ഓരോരോ കാര്യങ്ങളായി പഠിക്കുവാൻ തുടങ്ങി. There was the altar of burnt offerings, അവിടെ യാഗപീഠം ഉണ്ടായിരുന്നു, അത് പഠിച്ചു. There was the laver. അവിടെ താമ്രത്തൊട്ടി ഉണ്ടായിരുന്നു, അതേക്കുറിച്ച് പഠിച്ചു. This all stayed in the outer court of the tabernacle. ഈ കൂടാരത്തിന്റെ പ്രാകാരത്തിൽ ഉണ്ടായിരുന്ന ആ രണ്ട് ഉപകരണങ്ങളെ കുറിച്ച് അവർ വ്യക്തമായി മനസ്സിലാക്കി. And then there were the two apartments. അതിനുശേഷം ആ കൂടാരത്തിനകത്തുള്ള രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കുവാൻ ഇടയായി. The holy, വിശുദ്ധ സ്ഥലത്തെക്കുറിച്ചും and the most holy place. അതിവിശുദ്ധ സ്ഥലത്തെക്കുറിച്ചും അവർ പഠിക്കുവാൻ തുടങ്ങി. In the holy place there were 3 items. വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. The table of showbread, the golden lampstand, and the altar of incense. കാഴ്ചയപ്പത്തിന്റെ മേശ, അപ്പം കാഴ്ചയപ്പത്തിന്റെ മേശ, അതുപോലെ 7 നിലവിളക്കുകൾ, അതുപോലെ വിശുദ്ധ സ്തൂപം ഉണ്ടായിരുന്നു. And in the holy of holies there was one item. അതിവിശുദ്ധ സ്ഥലത്ത് ഒരേ ഒരു ഉപകരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. The Ark of the Covenant. അത് സാക്ഷ്യത്തിന്റെ പെട്ടകമായിരുന്നു. The Ark of the Covenant was a container to hold the 10 commandments. ആ സാക്ഷ്യ പെട്ടകത്തിനകത്ത് ദൈവത്തിന്റെ 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു. And the 10 commandments represent the character of God. ആ 10 കൽപ്പനകൾ ദൈവത്തിന്റെ സ്വഭാവത്തെയാണ് നമ്മെ പഠിപ്പിച്ചത്, ചൂണ്ടിക്കാട്ടിയത്. They show the righteousness of God. യേശുക്രിസ്തുവിന്റെ നീതിയെ ആ കൽപ്പനകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. On top of the ark there was the mercy seat. ആ നിയമപ്പെട്ടകത്തിന് മുകളിലായി ദൈവത്തിന്റെ ആ ഒരു mercy seat, കരുണയുടെ കൃപാസനം ഉണ്ടായിരുന്നു. And on the mercy seat it was shown, it appeared what was called the Shekinah. അവിടെ ദൈവത്തിന്റെ ഷെക്കീന മഹത്വം ആ കൃപാസനത്തിന്റെ മുകളിലായി വെളിപ്പെടുവാനിടയായി. The Shekinah was the visible presence of God. അവിടെ ഷെക്കീന മഹത്വം എന്നത് ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന മഹത്വത്തെ സൂചിപ്പിച്ചു. No man could enter into the most holy place and see the Shekinah. He would die. അവിടെ ഒരു മനുഷ്യനും ആ ഷെക്കീന മഹത്വത്തെ കാണുവാൻ തക്കവണ്ണം അകത്ത് കയറുവാൻ കഴിയില്ല. അത് കാണുവാൻ ആരെങ്കിലും ഇടയായാൽ അവൻ അവിടെ മരിച്ചു പോകുമായിരുന്നു. The earthly sanctuary was an illustration of what happened in heaven. ഭൂമിയിലെ കൂടാരം സ്വർഗ്ഗത്തിലെ കൂടാരത്തിന്റെ ഒരു മാതൃകയായിരുന്നു. Every part had its counterpart in heaven. ഈ ഭൂമിയിലെ കൂടാരത്തിലെ ഓരോ ഉപകരണത്തിന്റെയും പ്രത്യേകതകൾ എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നത് സ്വർഗീയ കൂടാരത്തിലെ ശുശ്രൂഷകളാണ്. Each part taught a lesson for us. ഈ കൂടാരത്തിലെ ഓരോ ഉപകരണങ്ങളും അതിന്റെ ശുശ്രൂഷകളും നമുക്ക് നൽകുന്നത് വലിയ ചില ആത്മീയ പാഠങ്ങളാണ്. And as they were studying about the earthly sanctuary, ഭൂമിയിലെ കൂടാരത്തെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർ പഠിക്കുന്ന സമയത്ത് they were realizing that they had been mistaken
in regards to what is the sanctuary. കൂടാരത്തെക്കുറിച്ച് പഠിക്കുവാൻ ഇടയായപ്പോൾ ചില കാര്യങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി, അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഇത് പഠിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. In studying the book of Hebrews, they realized that there was a sanctuary not made by hands. എബ്രായ പുസ്തകം പഠിച്ചപ്പോഴാണ് സത്യത്തിൽ മനുഷ്യകരങ്ങളാൽ ഉണ്ടാക്കിയ കൂടാരത്തെക്കുറിച്ചല്ല, സ്വർഗത്തിൽ തന്നെയും ദൈവകരങ്ങളാൽ ഒരു കൂടാരമുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടു. And they understood that that's where our Savior went to minister. അവിടേക്കാണ്, സ്വർഗത്തിലുള്ള കൂടാരത്തിലേക്കാണ് യേശുക്രിസ്തു ശുശ്രൂഷിപ്പാൻ പോയത് എന്ന് എബ്രായ പുസ്തകത്തിൽ നിന്നും അവർക്ക് മനസ്സിലായി. And reading the books of Moses, they realized that Moses made a copy of the tabernacle in heaven. മോശയുടെ പുസ്തകങ്ങളെ കുറിച്ച് പഠിക്കുവാൻ തക്കവിടമിടയായപ്പോൾ മോശ കൂടാരമുണ്ടാക്കിയത് സ്വർഗീയ മാതൃകയെ നോക്കിയിട്ടാണ് എന്ന് മനസ്സിലായി. So reading Daniel, they saw that the Son of Man, or that Jesus would go to the Ancient of Days and they would start a judgment. അവിടെ യേശുക്രിസ്തു പിതാവിന്റെ അടുക്കൽ ചെന്ന് ന്യായവിസ്താര സഭ ഇരുന്നതും ന്യായവിധിയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതും അവർക്ക് മനസ്സിലാകുന്നു. So they realized that there was also a judgment associated with the sanctuary. അതുകൊണ്ട് തന്നെ ആ വാക്യങ്ങളിലൂടെ സമാഗമന കൂടാര ശുശ്രൂഷകൾ ന്യായവിധിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. And reading Revelation 11, they realized that the ark of God was inside the heavenly sanctuary. സമാഗമന കൂടാര ശുശ്രൂഷകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 11 പറയുന്ന കാര്യങ്ങൾ പഠിച്ചപ്പോൾ സ്വർഗീയ കൂടാരത്തിനകത്ത് അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ 10 കൽപ്പനകൾ നിയമപ്പെട്ടകമുണ്ട് എന്ന്, നിയമപ്പെട്ടകം കാണായി എന്ന വാക്യം അവരെ ബോധ്യപ്പെടുത്തി. So it is important for us to know the sequence that sin would follow to be cleansed. അവിടെ എപ്രകാരമാണ് ദൈവം വിശുദ്ധ മന്ദിരത്തെ ശുദ്ധീകരിക്കുന്നത് എന്ന ആ ഒരു പട്ടിക പ്രാകാരത്തിൽ തുടങ്ങി വിശുദ്ധ സ്ഥലത്തുകൂടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആ ഒരു ക്രമത്തെക്കുറിച്ച് അവർ വ്യക്തമായി പടിപടിയായി പഠിച്ച് കാര്യങ്ങളെ ബോധ്യപ്പെട്ടു. God gave the earthly sanctuary as an illustration for us to understand how can we be cleansed from sin. ഭൂമിയിലെ കൂടാര ശുശ്രൂഷകൾ ദൈവം നമുക്ക് നൽകിയത് പാപിയായ ഒരു മനുഷ്യനെ ദൈവം എപ്രകാരമാണ് വീണ്ടെടുക്കുന്നത്, അവനെ ദൈവം എപ്രകാരമാണ് ശുദ്ധീകരിക്കുന്നത് എന്ന അതിശയകരമായ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി സമാഗമന കൂടാര ശുശ്രൂഷകളുടെ പഠനം അവരെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. And also how sin will finally be extirpated. പാപത്തെ പൂർണ്ണമായും എപ്രകാരമാണ് ദൈവം എന്നേക്കുമായി തുടച്ചു മാറ്റുന്നത് എന്ന് വിശുദ്ധ മന്ദിരത്തിന്റെ ശുശ്രൂഷകളെ പഠിച്ചപ്പോൾ നമ്മുടെ പിതാക്കന്മാർക്ക് വ്യക്തമായി ബോധ്യപ്പെടുവാനിടയായി. So let's briefly review the steps that sin would take. പാപം ഉളവായ സമയം മുതൽ അത് പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടുന്നത് വരെയുള്ള സമയം എപ്രകാരമാണ് പടിപടിയായി ദൈവം ചെയ്യുന്നത് എന്ന് വേഗത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. I will illustrate, let's just get something here, maybe this bottle. അത് കൂടുതൽ വ്യക്തമായി പഠിക്കുവാൻ നമുക്ക് ഈ ബോട്ടിൽ എടുക്കാം, ഈ വെള്ളക്കുപ്പി എടുക്കാം. So let's pretend that I am one of the Israelites that was living around the tabernacle. ഈ കൂടാരത്തിന് ചുറ്റിലും താമസിക്കുന്ന ധാരാളം ഇസ്രായേൽ ജനങ്ങൾ, അതിൽ ഒരുവനാണ് ഞാൻ എന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക. Let's say that I committed a sin. ഞാനൊരു പാപം ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. So I will carry this to illustrate that I have the sin with me. ഇത് ഞാൻ ചെയ്ത പാപത്തെ സൂചിപ്പിക്കുവാനായി ഞാൻ അതും എടുത്തുകൊണ്ട് പോകുന്ന ഒരു പാപിയായ മനുഷ്യനെന്ന് നിങ്ങൾ വിചാരിക്കുക. Now God had told them that when they sinned they should offer a sacrifice. ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാപം ചെയ്താൽ ആ പാപത്തിന് പരിഹാരമായി ഒരു യാഗം കഴിക്കണം എന്ന്. And they should confess their sin upon the head of the sacrifice. അവിടെ ആ യാഗമൃഗത്തിന്മേൽ കൈവച്ച് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയണം എന്ന് ദൈവം അവരെ പഠിപ്പിച്ചിരുന്നു. So what they would do is they would take a lamb or a bull or even doves. അവർ ആ പാപം ചെയ്ത മനുഷ്യർ പാപത്തിന് പരിഹാരമായി യാഗം കഴിക്കുവാൻ ഒരു ആടിനെയോ ഒരു പ്രാവിനെയോ ഒരു പശുക്കിടാവിനെയോ ഒക്കെ കൊണ്ടുപോകും. And they would take to the outer court of the tabernacle, not inside but the outer court. അവർ അപ്രകാരം ആ പാപത്തിന് പരിഹാരമായി യാഗം കഴിക്കേണ്ടതിന് ആ മൃഗവുമായി പ്രാകാരത്തിനകത്ത് പുരോഹിതന്റെ അടുക്കൽ അവർ ചെല്ലും. And they would lay their hands on the head of that animal. ആ മൃഗത്തിന്റെ തലയിൽ അവർ കൈവയ്ക്കും.
and they would confess their sins. ആ മൃഗത്തിന്മേൽ കൈവച്ച് തലയിൽ കൈവച്ച് ആ വ്യക്തികൾ ചെയ്ത പാപങ്ങളെ അവർ ഏറ്റുപറയും. And with their hands they would slay that animal. അപ്രകാരം ഏറ്റു പറഞ്ഞിട്ട് അവരുടെ കൈകൾ കൊണ്ട് തന്നെ അവർ കൊണ്ടുവന്ന ആ യാഗമൃഗത്തെ അവർ അറുക്കും. When they were with their hand on the head of the animal, confessing their sin, it is as if their sin was being transferred to the animal. അവിടെ ആ പാപിയായ മനുഷ്യൻ അവന്റെ കരങ്ങൾ അവൻ കൊണ്ടുവന്ന യാഗമൃഗത്തിന്റെ തലയിൽ കൈവച്ച് ആ യാഗമൃഗത്തിന്റെ തലയിൽ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അതിനെ അറുക്കുമ്പോൾ അവൻ ചെയ്ത പാപങ്ങളൊക്കെയും അവൻ ഏറ്റുപറഞ്ഞതുകൊണ്ട് അവനിൽ നിന്നും ആ പാപങ്ങൾ യാഗമൃഗത്തിലേക്ക് ഇപ്പോൾ മാറ്റപ്പെട്ടിരിക്കുന്നു. It was an illustration. അത് ദൈവം ഒരു മാതൃകയായി നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ചിത്രീകരിക്കുകയാണ്. By doing this, they were showing their faith in the coming Messiah. ആ ഒരു പ്രവൃത്തിയിലൂടെ തങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുക്കുവാനായി ഭൂമിയിലേക്ക് വരുന്ന യേശുക്രിസ്തുവിനെ അവർ ബോധ്യപ്പെടുകയാണ്, മനസ്സിലാക്കുകയാണ്. But they were free from their sin. അവരുടെ പാപത്തിൽ നിന്നും അവർക്കിപ്പോൾ വിടുതൽ ലഭിച്ചിരിക്കുന്നു. Who had their sin? ഇപ്പോൾ ആര് അവരുടെ പാപങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു? The lamb. The lamb, right? The lamb. യാഗമൃഗം ഇപ്പോൾ അവരുടെ പാപങ്ങളെ അവർക്ക് പകരം ഏറ്റെടുത്തിരിക്കുന്നു. Then they would take the knife and slay and kill the animal. ആ യാഗമൃഗത്തെ അപ്പോൾ അവർ കത്തിയെടുത്ത് അറുത്ത് യാഗമൃഗത്തെ ബലി കഴിപ്പിക്കുന്നു. Kill the lamb. അവർ ആ യാഗമൃഗത്തെ ബലി കഴിക്കുന്നു. The priest would take the blood of that animal. പുരോഹിതൻ ആ മൃഗത്തിന്റെ യാഗമൃഗത്തിന്റെ രക്തം എടുത്ത് and would take inside the sanctuary. ആ യാഗമൃഗത്തിന്റെ രക്തം എടുത്ത് ആ രക്തവുമായി കൂടാരത്തിനകത്ത് വിശുദ്ധ സ്ഥലത്ത് ആ പുരോഹിതൻ പ്രവേശിക്കുന്നു. As if the sin was being transported inside the sanctuary. ഏറ്റുപറഞ്ഞ ആ മനുഷ്യന്റെ പാപം മൃഗത്തിലേക്ക് മാറ്റപ്പെട്ടു. മൃഗത്തിന്റെ രക്തം ജീവനാണ്. ആ പാപവുമായി ആ രക്തവുമായി നേരെ പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തിനകത്ത് പ്രവേശിക്കുന്നു. So the priest would come inside all the way to the veil of the sanctuary. ആ പുരോഹിതൻ കയ്യിൽ രക്തവുമായി ആലയത്തിനകത്ത് വിശുദ്ധ സ്ഥലത്ത് അവിടെ കൂടാരത്തിനകത്ത് ആ തിരശ്ശീല വരെ കടന്നു ചെല്ലുന്നു. And he would sprinkle the blood of the lamb in the veil. ആ കയ്യിൽ അദ്ദേഹം കൊണ്ടുവന്ന ആ മൃഗത്തിന്റെ രക്തത്തെ കൂടാരത്തിനകത്ത് വിശുദ്ധ സ്ഥലത്ത് ആ തിരശ്ശീലയിൽ അദ്ദേഹം തളിക്കുന്നു. In meaning that the sin was being transferred now to the sanctuary. ആ ഒരു പ്രവൃത്തിയിലൂടെ അവിടെ ബോധ്യപ്പെടുന്നത് പാപം വ്യക്തിയിൽ നിന്നും മൃഗത്തിലേക്കും മൃഗത്തിൽ നിന്നും രക്തത്തിലൂടെ കൂടാരത്തിനകത്തേക്കും ആ പാപം മാറ്റപ്പെട്ടിരിക്കുന്നു. And it is as if the sanctuary was accumulating all the sins of the people. അതിനർത്ഥം ഓരോ ദിവസവും അങ്ങനെ കടന്നു വരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ പാപങ്ങളൊക്കെയും അപ്രകാരം കൂടാരത്തിലേക്ക് മാറ്റപ്പെട്ട് കൂടാരത്തിനകത്ത് ധാരാളം പാപങ്ങൾ നിറയപ്പെട്ടിരിക്കുന്നു. And that happened throughout the year. ഒരു വർഷം മുഴുവനും ഈ പ്രവൃത്തി ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. Every day of the year. ഓരോ ദിവസവും ആ പ്രവൃത്തി ആ പാപപരിഹാര പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നു. Except one. ഒരു ദിവസത്തിനൊഴികെ. What was that day? അതേത് ദിവസമാണ്? ഈ പ്രവൃത്തി നടക്കാത്ത ഒരേ ഒരു ദിവസം അതെന്നാണ്? The day of atonement. അത് മഹാപാപപരിഹാര ദിവസം. ആ ദിവസം മാത്രമാണ്. When was that day? അതേതാണ് ആ ദിവസം? തീയതി We just saw it. ഒരാൾ 7th month 10th day. That's right. The 10th day of the 7th month. That's why the Millerite movement, when they found out when would be the day, they were called the seventh month movement. അതുകൊണ്ടാണ് മില്ലറൈറ്റ് മൂവ്മെന്റിനെ 7th month മൂവ്മെന്റ് എന്ന പേരിലും അറിയപ്പെടുവാൻ കാരണം 7ാം മാസം 10ാം തീയതി ആ പാപപരിഹാര ദിവസത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഇടയായതുകൊണ്ടാണ് ആ കൂട്ടാളികളെ 7th month മൂവ്മെന്റ് എന്ന് വിളിക്കുവാൻ കാരണം. So every day of the year sins were accumulating upon the sanctuary. അപ്പോൾ ഓരോ ദിവസവും ആ ഒരു പ്രവൃത്തിയിലൂടെ കൂടാരത്തിനകത്ത് പാപങ്ങൾ ഇപ്രകാരം കുമിഞ്ഞു കൂടുകയാണ്. And God made one day determined one day for the sanctuary to be cleansed. അപ്രകാരം കുമിഞ്ഞു കൂടപ്പെട്ട ആ പാപത്തെ തുടച്ചു മാറ്റുവാൻ കൂടാരത്തെ ശുദ്ധീകരിക്കുവാൻ ദൈവം വർഷത്തിൽ ഒരു ദിവസത്തെ ശുശ്രൂഷകൾക്കായി അതിനെ വേർതിരിച്ചിരിക്കുന്നു. In that day,
ആ ദിവസത്തിൽ they would not do the regular offerings and people bringing animals and sprinkling blood in the veil. ആ ഒരു ദിവസത്തിൽ മറ്റെല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ യാഗമൃഗത്തെ അറക്കുന്നതും പുരോഹിതൻ അകത്ത് കൊണ്ടുപോയി രക്തം തളിക്കുന്നതും ഒന്നും ആ ഒരു ദിവസം ചെയ്യുകയില്ല. In that day, ആ ദിവസത്തിൽ ചെയ്യുന്നത് the sanctuary had to be purified of all the sin that was already in it. ആ ഒരു ദിവസം കൂടാരത്തിനകത്തേക്ക് മാറ്റപ്പെട്ട എല്ലാ പാപങ്ങളും എന്നേക്കുമായി തുടച്ചു മാറ്റുന്ന ഒരു ശുദ്ധീകരണ പ്രവൃത്തിയാണ് ആ ഒരു ദിവസം കൂടാരത്തിൽ നടക്കുന്നത്. That was the only day അതാണ് ഒരേ ഒരു ദിവസം that the high priest alone could enter into the most ആ holy ഒരു place. ദിവസത്തിൽ മാത്രമാണ് മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്. Every other day they only came up to here. മറ്റെല്ലാ ദിവസവും പുരോഹിതന്മാർക്ക് തിരശ്ശീലയുടെ അടുക്കൽ വരെ മാത്രമേ വരുവാൻ സാധിക്കൂ. They would not cross into the most holy place. മറ്റൊരു ദിവസവും അവർക്ക് തിരശ്ശീല കടന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. But in the Day of Atonement, എന്നാൽ മഹാപാപപരിഹാര ദിവസത്തിൽ the high priest alone, മഹാപുരോഹിതൻ മാത്രം with his high priestly garments, അവന്റെ മഹാപുരോഹിത വേഷവിധാനത്തോടുകൂടി, with the 12 stones upon his heart, അവന്റെ ഹൃദയത്തിൽ 12 രത്നങ്ങൾ പതിപ്പിച്ച ആ പതക്കത്തോടുകൂടി, as Jesus takes our names before the Father, നമ്മുടെ പിതാവിന്റെ അടുക്കൽ യേശുക്രിസ്തു നമ്മുടെ പേരുകളെ വഹിക്കുന്നത് പോലെ the high priest would come into the most holy place. മഹാപുരോഹിതൻ നമ്മുടെ പകരക്കാരനായി നമുക്ക് വേണ്ടി അതിപരിശുദ്ധ സ്ഥലത്തിനകത്ത് വർഷത്തിൽ ഒരിക്കലായി പ്രവേശിക്കും. And he would make atonement for the children of Israel. ഇസ്രായേൽ ജനത്തിന് പകരമായി അവർക്ക് വേണ്ടി അവിടെ പാപപരിഹാര യാഗം ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ പുരോഹിതൻ അവിടെ ചെയ്യും. Before the presence of God. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആ പ്രവൃത്തി വർഷത്തിൽ ഒരിക്കലായി മഹാപുരോഹിതൻ ചെയ്യും. But remember what the cover of the ark was called. എന്താണ് ആ സാക്ഷ്യപെട്ടകത്തിന്റെ മേൽപ്പാളി ബോധ്യപ്പെടുത്തുന്നത്? Mercy seat. അത് കൃപാസനം എന്ന് വിളിക്കുന്നു. Because that's where we would find mercy. കാരണം അവിടെയാണ് നമ്മുടെ പാപങ്ങൾക്ക് കരുണ നമുക്ക് ലഭിക്കുന്നത്. So there was a few sacrifices that had to be made that day. ആ ദിവസത്തിൽ ചെയ്യേണ്ട ചില പ്രത്യേകമായ യാഗങ്ങളുണ്ട്. The high priest had to make a sacrifice for himself. മഹാപുരോഹിതൻ തനിക്ക് തന്നെ അന്ന് പ്രധാനമായും ചില യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട്. For him to be able to do the rest of the service. അന്നത്തെ പകൽക്കാലം ചെയ്യേണ്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതിന് തനിക്ക് വേണ്ടി ഒരു പ്രത്യേക യാഗ ശുശ്രൂഷ അന്ന് മഹാപുരോഹിതൻ ചെയ്യേണ്ടതുണ്ട്. When these sacrifices were finished, അന്ന് അവൻ ചെയ്യേണ്ട ആ യാഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം then they would bring 2 goats. 2 ആട്ടുകൊറ്റന്മാരെ അവർ ആ കൂടാരത്തിൽ കൊണ്ടുവരും. And they would cast lots അവിടെ ആ 2 ആട്ടുകൊറ്റന്മാരുടെ നേരെയും ചീട്ടിടും. to decide which goat would be for the Lord and which goat would be the scapegoat. ഏത് ആട്ടുകൊറ്റനാണ് യഹോവയ്ക്കുള്ളത്, ഏത് ആട്ടുകൊറ്റനാണ് അസാസേൽ പിശാചിനുള്ളത് എന്ന് ചീട്ട് അവരിടും. The goat for the Lord was also slain. യഹോവയ്ക്ക് എന്ന് പേര് വീഴുന്ന ചീട്ട് വീഴുന്ന ആ കൊറ്റനെ ആട്ടുകൊറ്റനെ അന്ന് അവിടെ അറക്കും. But the other goat was not slain. എന്നാൽ മറ്റേ ആട്ടുകൊറ്റൻ അന്ന് അറുക്കപ്പെടുകയില്ല. It was waiting. അവൻ ആ ആട്ടുകൊറ്റൻ കാത്തിരിക്കും. And when the high priest finished his service here, മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് തന്റെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയതിനു ശേഷം of making intercession for God's people, ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി പക്ഷവാദം ചെയ്തതിനു ശേഷം, when he was all done, എല്ലാ പ്രവൃത്തികളും ചെയ്യേണ്ടതൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം he would come out of the sanctuary, മഹാപുരോഹിതൻ കൂടാരം വിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. lay his hands on the head of the scapegoat, അവിടെ അസാസേലിന് പേര് വീണ ആട്ടുകൊറ്റന്റെ തലയിൽ ആ പാപങ്ങൾ സകലത്തെയും ആ മഹാപുരോഹിതൻ ഏൽപ്പിച്ചു കൊടുക്കും. and confess the sins of God's people upon the head of the scapegoat. ദൈവജനത്തിന്റെയും പാപങ്ങൾ കൂടാരത്തിൽ നിന്നും ഏറ്റെടുത്ത ആ പാപങ്ങൾ ആ പുറത്തു നിർത്തിയ അസാസേലിനുള്ള ആട്ടുകൊറ്റന്റെ തലയിൽ മഹാപുരോഹിതൻ ഏൽപ്പിക്കും. It was representing the sins who were in the sanctuary being transferred to the scapegoat. അവിടെ കൂടാരത്തിനകത്ത് വർഷം മുഴുവനും നിറഞ്ഞു നിന്ന ആ സകല പാപങ്ങളും സകല ദോഷങ്ങളും ഇപ്പോൾ അസാസേലിന് എന്നുള്ള ആ സ്കേപ്പ് ഗോട്ടിന്റെ തലയിൽ ചുമത്തപ്പെടുന്നു.
then the scapegoat was taken to the wilderness. അപ്രകാരം ആ അസാസേലിനുള്ള ആട്ടുകൊറ്റനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. He was not slain. അവിടെ അവന്റെ കഴുത്ത് അറക്കുന്നില്ല ആ ആടിന്റെ. He was taken there alive. അവിടെ ജീവനോടെ ആ മരുഭൂമിയിൽ ആ ആടിനെ അലയുവാൻ വിടും. Remember, the Bible says where there's no shedding of blood, there's no remission. നമുക്കറിയാം വേദപുസ്തകം പറയുന്നു രക്തമോചനമില്ലാത്തിടത്ത് എന്തില്ല? പാപമോചനമില്ല. രക്തച്ചൊരിച്ചിലില്ലാതെ പാപമോചനമില്ല. There was no remission for the scapegoat. അവിടെ ആ സ്കേപ്പ് ഗോട്ടിന്, അസാസേലിനുള്ള ആട്ടുകൊറ്റന് അവിടെ മോചനമില്ല എന്ന് ബൈബിൾ പറയുന്നു. He would carry the sins as of all the people of God. ഈ ലോകത്തുള്ള സകല ദൈവജനത്തിന്റെയും പാപത്തിന് കാരണക്കാരനായി പിശാച് ആ പാപത്തെ വഹിച്ചുകൊണ്ട് അലഞ്ഞു നടക്കും. So the Millerites and the early Adventists, they had to study this. ഈ വലിയ സത്യം നമ്മുടെ പിതാക്കന്മാർക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു. To understand where they have erred and what is the meaning of this. എവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിയത്, എന്താണ് അവരുടെ തെറ്റിന്റെ കാരണം, അത് നമ്മുടെ പിതാക്കന്മാർക്ക് ഇപ്രകാരം ഇരുന്ന് പഠിക്കേണ്ടതുണ്ടായിരുന്നു. So Hiram Edson Crozier and another brother studied together and wrote a tract on this. ഈ സത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ ഹൈരം എഡ്സനും ക്രോഷറും ഒക്കെ ഇതേക്കുറിച്ച് ഒരു ലഘുരേഖ എഴുതി പ്രിപ്പയർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. The earthly sanctuary represented the heavenly sanctuary. അവരതിൽ എഴുതുവാൻ തക്കവണ്ണം ഇടയായി. ഭൂമിയിലെ കൂടാരം സ്വർഗീയമായ കൂടാരത്തിന്റെ ഒരു മാതൃകയാണ്. The outer court was still on earth. പ്രാകാരം എന്നത് ഭൂമിയെ സൂചിപ്പിക്കുന്നു. Remember, the lamb was slain here. അവിടെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, യാഗമൃഗം പ്രാകാരത്തിലാണ് അറുക്കപ്പെട്ടത്. Jesus was slain on earth. യേശുക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെട്ടത് ഈ ഭൂമിയാകുന്ന പ്രാകാരത്തിലാണ്. But when he went up, he went into the heavenly sanctuary. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ സ്വർഗത്തിലെ കൂടാരത്തിലേക്ക് യേശുക്രിസ്തു പ്രവേശിക്കുകയാണ്. And until October 22, 1844, he was ministering in this part of the heavenly sanctuary. സ്വർഗീയ കൂടാരത്തിലെ ആ കൂടാരത്തിൽ 1844 ഒക്ടോബർ 22 വരെ യേശുക്രിസ്തു വിശുദ്ധ സ്ഥലത്ത് തന്റെ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. After October 22, 1844 began the Day of Atonement. അവിടെ ഒക്ടോബർ 22 തുടങ്ങി 844 മുതൽ അതിവിശുദ്ധ സ്ഥലത്ത് യേശുക്രിസ്തുവിന് ചെയ്യുവാനുള്ള ശുശ്രൂഷ ആരംഭിക്കുകയായിരുന്നു. That's when Jesus enters the most holy place in the heavenly sanctuary. ആ സമയത്താണ് യേശുക്രിസ്തു സ്വർഗത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് തന്റെ ശുശ്രൂഷയുടെ അവസാനത്തെ വേല പൂർത്തിയാക്കുവാനായി പ്രവേശിക്കുവാൻ ഇടയായത്. And not before. അതിനു മുൻപ് യേശുക്രിസ്തുവിന് കടക്കുവാൻ സാധിച്ചില്ല. There are people saying that he entered when he went to heaven the first time. ചിലരൊക്കെ പറയുന്നുണ്ട് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ തന്നെ നേരെ അതിപരിശുദ്ധ സ്ഥലത്ത് കയറി എന്ന്. But they make that deduction out of misunderstanding the Bible. എന്നാൽ അവരൊക്കെ അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് വേദപുസ്തകത്തെ തെറ്റായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. There are several reasons for that, and if you have questions about that, you can talk to me. ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ എന്താണോ എന്നോട് നിങ്ങൾ വ്യക്തിപരമായി ചോദിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നമുക്ക് നൽകുവാൻ കഴിയും. I'll just say one reason. ഒരു കാര്യം ഞാൻ വേഗത്തിൽ ഒരു കാരണം മാത്രമെന്ന് പറയട്ടെ. I heard somebody say, where if he went to the Father must be in the most holy place of the sanctuary, so he must have gone to the most holy place. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ നേരെ പിതാവിന്റെ അടുക്കിലേക്കാണ് കയറി ചെന്നത് എങ്കിൽ പിതാവ് ഉറപ്പായും അതിവിശുദ്ധ സ്ഥലത്തായിരിക്കുമല്ലോ. എങ്കിൽ കർത്താവായ യേശു കയറി ചെന്നത് അതിവിശുദ്ധ സ്ഥലത്തേക്കല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. But that stems from not trusting the spirit of prophecy. എന്നാൽ ആ ഒരു ചോദ്യം ചോദിക്കുന്നവർ വേദപുസ്തകത്തിലെ അടിസ്ഥാന സത്യങ്ങളെ പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. Ellen White clearly describes that Jesus was in the holy place. എലൻ വൈറ്റും വളരെ വ്യക്തമായി പറയുന്നത് യേശുക്രിസ്തു സ്വർഗീയ കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തേക്കാണ് പ്രവേശിച്ചത് എന്നായിരുന്നു. And in early writings, പ്രാരംഭകാല എഴുത്തുകൾ എന്ന പുസ്തകത്തിൽ God gives her a vision of Christ going from the holy place to the most holy place. യേശുക്രിസ്തു വിശുദ്ധ സ്ഥലത്തു നിന്നും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ദർശനം നൽകപ്പെട്ടിട്ടുണ്ട്. But do you know what else is in that vision? ആ ദർശനത്തിൽ മറ്റെന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? The Father was in the holy place as well. പിതാവായ ദൈവവും വിശുദ്ധ സ്ഥലത്താണ് അവിടെ കാണപ്പെട്ടത്.
the father stands up from his throne, പിതാവ് തന്റെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതും gets into a fiery chariot, അവിടെ അഗ്നിമയമായ രഥത്തിന്മേൽ കയറുന്നതും and goes into the Holy of Holies. അവിടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നതുമായി കാഴ്ച വായിക്കുവാൻ കഴിയും. Then Jesus stands up from the throne, ശേഷം യേശുക്രിസ്തു തന്റെ സിംഹാസനം വിട്ട് എഴുന്നേൽക്കുന്നതും tells his people, wait here, I will come back. തന്റെ ജനത്തോട് നിങ്ങൾ കാത്തിരിക്കുക, ഞാൻ മടങ്ങി വരാം എന്ന് പറയുന്നതും Keep your garments white. നിങ്ങളുടെ കുപ്പായങ്ങൾ, നിങ്ങളുടെ വസ്ത്രങ്ങൾ മലിനമാകാതെ സൂക്ഷിപ്പീൻ. Then he enters another chariot and follows the Father to the most holy. ശേഷം അത് പറഞ്ഞിട്ട് യേശുക്രിസ്തു മറ്റൊരു രഥത്തിൽ കയറി തന്റെ പിതാവിനെ അനുഗമിക്കുന്നതും ആ ദർശനത്തിൽ കാണുവാൻ കഴിയുന്നു. When he arrives there, then the judgment starts. അവിടെ എത്തുന്ന സമയത്താണ് ന്യായവിധിയുടെ സഭ ഇരിക്കുന്നതും ന്യായവിസ്താരം തുടങ്ങുന്നതും. It is the same vision that Daniel sees in chapter 7. ദാനിയേൽ 7-ാം അധ്യായത്തിൽ ദാനിയേൽ കാണുന്ന അതേ ദർശനവും അത് തന്നെയായിരുന്നു. When he sees the Ancient of Days, പിതാവായ ദൈവത്തെ നമുക്കവിടെ കാണുന്നു. and thrones were cast. അവിടെ ചില സിംഹാസനങ്ങൾ, വയോധികനായ ദൈവത്തിന്റെ അടുക്കൽ ചില സിംഹാസനങ്ങൾ ഇട്ടിരിക്കുന്നു. And he sees the Son of Man coming to the Ancient of Days. അവിടെ വയോധികനായവന്റെ അടുക്കലേക്ക് മനുഷ്യപുത്രന് സമനായ ഒരുത്തൻ രഥങ്ങളിൽ വരുന്നത് അവിടെ കാണുന്നു. Notice that the Son of Man doesn't come to the earth. അവിടെ ഭൂമിയിലേക്കുള്ള യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. But he comes to the Ancient of Days. മറിച്ച് വയോധികനായ പിതാവിന്റെ അടുക്കിലേക്ക് യേശുക്രിസ്തു കൊണ്ടുവരപ്പെടുന്നത് ദാനിയേൽ 7-ൽ കാണുന്നു. It is the same vision that Ellen White was given also in early അതേ life. ദർശനം തന്നെയാണ് സിസ്റ്റർ എലൻ വൈറ്റിനും ദൈവം കൊടുക്കുവാൻ പിന്നീട് ഇടയായത്. Describing the same event. അതേ സംഭവം തന്നെ വീണ്ടും അവർക്ക് ദർശനത്തിലൂടെ ബോധ്യപ്പെടുന്നു. Then you can read in her books, she says there are two apartments in the heavenly sanctuary. അവർ വ്യക്തമായി പറയുന്നത് സ്വർഗ്ഗത്തിൽ കൂടാരത്തിന് 2 തട്ടുകളുണ്ട് എന്നാണ്. So I just want to point out what happens when somebody doesn't believe the spirit of prophecy. ഒരു മനുഷ്യൻ അപ്രകാരമുള്ള പ്രവചനാത്മക രേഖകളിൽ വിശ്വസിക്കാതെ ഇരുന്നാൽ അവൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. If the person doesn't believe what she said, he will start making theories of his own. ഒരു മനുഷ്യൻ അവർ എഴുതിയ എഴുത്തുകളിൽ, ലേഖനങ്ങളിൽ, പുസ്തകങ്ങളിൽ വിശ്വസിക്കാതെ പോയാൽ അവൻ സ്വയമായി തൻ്റെ തന്നെ ചില തീരുമാനങ്ങളും തൻ്റെ തന്നെ ചില നിഗമനങ്ങളിലും അവൻ സ്വയം എത്തിച്ചേരുകയാണ്. Just as this person that I'm mentioning to you who says, oh, there is no sanctuary in heaven. ചില വ്യക്തികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയുകയാണ് സ്വർഗ്ഗത്തിൽ അങ്ങനെ ഒരു കൂടാരമൊന്നുമില്ല. അങ്ങനെയുള്ള തെറ്റായ നിഗമനങ്ങളിൽ അവർ എത്തിച്ചേരുന്നു. There was a man in our history who says there was no sanctuary. നമ്മുടെ ചരിത്രം വായിച്ചാലും ചില വ്യക്തികളുടെ പേരുകളൊക്കെ പറയുവാൻ കഴിയും. അവർ പറഞ്ഞിട്ടുണ്ട് സ്വർഗ്ഗത്തിൽ അങ്ങനെയുള്ള കൂടാരങ്ങളൊന്നുമില്ല. And there are people today that even though they say, oh, there is a sanctuary, they don't think there are 2 compartments. ഇന്ന് ചിലരൊക്കെ സ്വർഗ്ഗത്തിൽ അങ്ങനെ ഒരു കൂടാരമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ പോലും സ്വർഗ്ഗത്തിൽ ഈ പറയുന്നത് പോലെ 2 തട്ടുകളുണ്ട്, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അങ്ങനെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. And if there are no 2 compartments, then Jesus did not go from the holy to the most holy place in 1844. എന്നാൽ ഇപ്രകാരം 2 തട്ടുകളില്ല എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ പിന്നെ 1744 യേശുക്രിസ്തു വിശുദ്ധ സ്ഥലം വിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയി എന്നൊന്നും നമുക്ക് ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ ഒരിക്കലും സാധ്യമല്ല. And if 1844 wasn't that, then what was it? ആ ദിവസം അങ്ങനെ അപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അന്ന് എന്താണ് സംഭവിച്ചത്? എങ്ങനെ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും? You see, by questioning one point of truth, then the whole system of truth crumbles. ഒരു ചോദ്യത്തിന്മേൽ നാം വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ ചോദ്യം ഉന്നയിക്കുമ്പോൾ നാം വിശ്വസിക്കുന്ന ആ വലിയ മുഴു സത്യവും താറുമാറായി വീഴുന്നു എന്ന് ആ ഒരു ചോദ്യത്തിലൂടെ കാണുവാൻ സാധിക്കുന്നു. The person loses his foundations and starts walking in darkness. അവിടെ അടിസ്ഥാനമിട്ടവർ അപ്രകാരം സകലവും താറുമാറായി അന്ധകാരത്തിലൂടെ നടക്കേണ്ടി വരുന്ന കാഴ്ച അവർക്കുണ്ടാകുന്നു. And why does that happen? എന്തുകൊണ്ടാണ് ഇതൊക്കെ അവർക്ക് സംഭവിക്കുന്നത്? Because he doesn't want to believe the light that God gave. ദൈവം നൽകിയ ആ വെളിച്ചത്തിൽ വിശ്വസിക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് അതിന് പകരം ചില വഞ്ചനകളിൽ വിശ്വസിക്കുവാൻ ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. The prophets, they didn't come because they wanted. പ്രവാചകന്മാർ അവർക്ക് വരണം എന്നുള്ളത് കൊണ്ട് സ്വയമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവരല്ല. You don't see true prophets raising their hands and saying, Lord, can I be prophet? യഥാർത്ഥ പ്രവാചകന്മാർ കൈപൊക്കി ദൈവത്തോട്, ദൈവമേ ഞാനൊരു പ്രവാചകനായി തീർന്നോട്ടെ എന്ന് ചോദിക്കുകയൊന്നുമില്ല. It's not a volunteer office. അത് സ്വയമായി ഞാൻ ആയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു പ്രവർത്തന രീതിയൊന്നുമല്ല. The prophets were chosen.
പ്രവാചകന്മാർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. And who chose them? ആരാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്? God himself. ദൈവമാണ് പ്രവാചകന്മാരെ ആ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുക്കുന്നത്. Who are we to question who God chooses? ദൈവം തെരഞ്ഞെടുത്തതിനെ ചോദ്യം ചെയ്യുവാൻ ഞാനും നിങ്ങളും ആരാണ്? Our duty is to test the prophets. നമ്മുടെ ഉത്തരവാദിത്വം എന്നത് അപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാർ സത്യത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ടവരാണോ അല്ലയോ എന്ന് പരിശോധിച്ച് സത്യത്തെ പിൻപറ്റുക എന്നുള്ളത് മാത്രമാണ്. And after you test the prophet and you realize that it is a true prophet, then you must believe. നാം അപ്രകാരം ഒരു പ്രവാചകനെ പരിശോധിച്ച് ആ പ്രവാചകൻ സത്യമായും ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ പ്രവാചകന്റെ വാക്കുകളെ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ലക്ഷ്യം. I heard people say, "Oh no, I already have the Bible. Why do I need a prophet, a new prophet?" ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ കയ്യിൽ വേദപുസ്തകം എനിക്കുണ്ട്, എനിക്കെന്തിന് ഒരു പ്രവാചകന്റെ എഴുത്തുകൾ ആവശ്യമായി തീർന്നിരിക്കുന്നു. But just think about this argument could have been made in Jesus' time. ഇതേ ഒരു ആശയം, ഇതേ ഒരു വാദം യേശുക്രിസ്തുവിന്റെ കാലത്ത് തന്നെ അനേകർക്കും ചോദിക്കാമായിരുന്നു. The Pharisees had a Bible already in their time. It was the Old Testament. പരീശന്മാരുടെ കൈകളിൽ അപ്പോൾ തന്നെ അവർക്കൊരു വേദപുസ്തകം ഉണ്ടായിരുന്നു, അത് പഴയ നിയമ പുസ്തകമായിരുന്നു. So they could say, why do we need Jesus? Why do we need John the Baptist? അവർക്ക് ചോദിക്കാമായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഒരു വേദപുസ്തകമുണ്ട്, അതുകൊണ്ട് യേശുവിനെ ആവശ്യമില്ല, യോഹന്നാൻ സ്നാപകനെ ആവശ്യമില്ല. We already have the scriptures. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ വേദപുസ്തക എഴുത്തുകളുണ്ട്, And that's enough for us. ഇത് മതി ഞങ്ങൾക്ക് എന്നവർക്ക് പറയാമായിരുന്നു. But by saying that, എന്നാൽ അപ്രകാരം പറയുന്നതിലൂടെ they would actually be rejecting the light that God was sending. ദൈവം അയക്കുവാൻ പോകുന്ന ആ വെളിച്ചത്തെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയാണ് അതിനെ തിരഞ്ഞെടുക്കാത്തതിലൂടെ അവർ ഈ ലോകത്തോട് പറയുന്നത്. Brothers and sisters, it's not safe for us to reject the light that God sends. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവം അയച്ച ആ വെളിച്ചത്തെ വേണ്ട എന്ന് പറയുന്നത് വലിയ അപകടത്തിലേക്കാണ് നമ്മെ നടത്തുന്നത്. If we do that, we're walking in dangerous ground. നാം അപ്രകാരം ചെയ്യുവാൻ സ്വയം ഇടയായാൽ നാം ഈ ലോകത്തിൽ നടക്കുന്നത് അപകടകരമായ വഴികളിലൂടെ ആയിരിക്കും. We should be glad to receive all the rays of light that God can give us. ദൈവം നമുക്ക് നൽകുന്ന അത്ഭുതകരമായ ആ വെളിച്ചത്തെ ഏറ്റെടുക്കുന്നതിൽ നാം ഏറ്റവും സന്തോഷം കണ്ടെത്തണം. But I will tell you a secret. ഒരു രഹസ്യം ഞാൻ പറയട്ടെ. Do you know why sometimes we are tending to reject what is written in the spirit of prophecy? എന്തുകൊണ്ടാണ് പ്രവചനാത്മരേഖകളിൽ എഴുതപ്പെട്ട അപ്രകാരമുള്ള എഴുത്തുകൾ തിരസ്കരിക്കുവാൻ നാം പലപ്പോഴും പ്രലോഭിതരായി തീരുന്നത്? It's a secret, okay? ഇതൊരു രഹസ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. It's because it condemns what we do. കാരണം അതിലെ ഓരോ എഴുത്തുകളും ഓരോ വാക്കുകളും നാം ചെയ്യുന്ന പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നു. But we don't want to be condemned, and we like doing what we like. എന്നാൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാനാണ് നമുക്ക് താല്പര്യം. നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഞാനും നിങ്ങളും ഒരിക്കലും സന്തോഷവാന്മാരല്ല. So instead of changing our ways and making them accord to what is written, നമ്മുടെ തെറ്റുകൾ അപ്രകാരം ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ ആ തെറ്റുകളെ തിരുത്തി നേരായ പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം we will go as far as denying that was inspired to keep doing what we like. നാം അപ്രകാരം സ്വയം തിരുത്തലുകൾ വരുത്താതെ ദൈവത്തിന്റെ വെളിച്ചം വേണ്ട എന്ന് തീരുമാനിച്ച് ആ വെളിച്ചത്തെ തിരസ്കരിക്കുകയാണ് നാം ചെയ്യുന്നത്. But that's not wise. എന്നാൽ അതൊരിക്കലും ബുദ്ധിപരമായ ഒരു തീരുമാനമല്ല. God, if he says something, it is so, even though we don't believe it. നാം ദൈവം ഒരു കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയാൽ, ഒരു വെളിച്ചം നമുക്ക് നൽകിയാൽ, നമുക്കെതിരാണ് ആ വെളിച്ചമെങ്കിൽ പോലും ആ വെളിച്ചത്തിന് കീഴ്പ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ പാപങ്ങളെ വിട്ടുകളഞ്ഞ് ആ വെളിച്ചത്തിനൊത്തവണ്ണം ജീവിക്കുവാനായി നാം നമ്മെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. There's an illustration to show what that means to us. അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറയുവാൻ ഒരു ചെറിയൊരു ഉപമ പറയുവാൻ കഴിയും. And although I don't remember exactly the details, I'll try to tell it anyway. അത് എല്ലാം പൂർണ്ണമായി ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ വേഗത്തിൽ അത് പറയട്ടെ. So the Canadians sent a message to the American warships saying, turn 15 degrees north to avoid a collision. അമേരിക്കൻ വാർഷിപ്പുകളോട്, യുദ്ധക്കപ്പലുകളോട് കനേഡിയൻ യാത്രാ കപ്പലുകൾ 50 മൈൽ മാറി സഞ്ചരിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അത് ചെയ്തില്ല എങ്കിൽ അവരുടെ യുദ്ധക്കപ്പലുകൾ കൂട്ടിമുട്ടും. അതുകൊണ്ട് നിങ്ങൾ 50 മൈൽ മാറി സഞ്ചരിക്കുവേൻ എന്നൊരു സന്ദേശം ആ യുദ്ധക്കപ്പലുകൾക്ക് കനേഡിയൻ കപ്പലുകൾ കൈമാറി. The Americans replied, no, you turn 15 degrees south to avoid a collision.
അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആ സന്ദേശത്തെ നിരസിച്ചുകൊണ്ട് കനേഡിയൻ കപ്പലുകളോട് ഇങ്ങനെ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മാറില്ല, നിങ്ങൾ 50 ഡിഗ്രി മാറി സഞ്ചരിക്കുവൻ, അങ്ങനെ നമുക്ക് പരസ്പരം ഒരു ഇടി ഒഴിവാക്കാം എന്ന് പറഞ്ഞു. The Canadians replied, negative, you turn 15 degrees north to avoid a collision. വീണ്ടും കനേഡിയൻസ് പറഞ്ഞു, ഇല്ല, അതങ്ങനെയല്ല, നിങ്ങൾ നോർത്തിലേക്ക് വടക്ക് മാറി 50 ഡിഗ്രി മാറി സഞ്ചരിക്കുക എന്ന് വീണ്ടും അവർ പറഞ്ഞു. So the Americans replied, this is the captain of the US Navy ship, and he says the name of the ship. You turn 15 degrees south to avoid a collision. We demand it. വീണ്ടും അമേരിക്കൻ കപ്പൽ ക്യാപ്റ്റൻ ഞാനാണ് പറയുന്നത്, നിങ്ങൾ ആ ഇടി ഒഴിവാക്കുവാൻ പടിഞ്ഞാറ് മാറി 50 മൈൽ ഡിഗ്രി മാറി നിങ്ങളുടെ കപ്പൽ സഞ്ചരിക്കുക എന്ന് അദ്ദേഹം വീണ്ടും ഒരു സന്ദേശം തിരിച്ചു വീണ്ടും അയച്ചു. The Canadians said, no way, you turn 15 degrees north to avoid a collision. വീണ്ടും കനേഡിയൻ കപ്പലിലെ ആ ക്യാപ്റ്റൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കതിന് സാധിക്കത്തില്ല, നിങ്ങൾ വടക്ക് മാറി 50 ഡിഗ്രി മാറി കപ്പൽ കൊണ്ടുപോവുക എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. The Americans say, this is the US let's say Gerald Ford ship. We have several destroyers, several frigates. We will take countermeasures to ensure the safety of the group. Turn 15 degrees south. അപ്രകാരം മാറി മാറി നിങ്ങൾ മാറ്, ഞങ്ങൾ മാറില്ല, നിങ്ങൾ മാറ്, ഞങ്ങൾ മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ സന്ദേശങ്ങൾ അയക്കുകയും ഒടുവിൽ അമേരിക്കൻ യുദ്ധക്കപ്പൽ പറയുകയാണ്, ഞങ്ങൾക്ക് ആ കൂട്ടിയിടിയെ പ്രതിരോധിക്കുവാനുള്ള ശക്തിയും ശേഷിയുമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പൊയ്ക്കൊള്ളുക എന്ന് ആക്രോശിക്കുവാൻ മെസ്സേജിലൂടെ ഇടയായി. Do you know what the Canadians replied? എന്താണ് ഏറ്റവും ഒടുവിൽ ഇതൊക്കെ കേട്ടിട്ട് ആ കനേഡിയൻ യുദ്ധക്കപ്പലുകൾ അവരോട് മറുപടി പറഞ്ഞത് എന്നറിയാമോ? This is the lighthouse. Your choice. ഇത് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന ഒരു പ്രകാശ ഗോപുരമാണ്. The Americans didn't know they were trying to make the lighthouse move. അമേരിക്കൻ യുദ്ധക്കപ്പൽ മറ്റെല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്ന ആ പ്രകാശ ഗോപുരം മാറിപ്പോകണം എന്ന് ആവശ്യപ്പെടുകയാണ്. We will take countermeasures. ഞങ്ങൾ അതിന് പ്രതിരോധിക്കുവാൻ മറ്റു വഴികൾ കാണാം എന്ന് പറഞ്ഞു. We will fight against you. ഞങ്ങൾ നിങ്ങൾക്കെതിരായി പ്രതിരോധിക്കും. But they could fight all they wanted. എന്നാൽ അവർക്ക് തോന്നിയതുപോലെ യുദ്ധം ചെയ്യുവാൻ, അതിനെ പ്രതിരോധിക്കുവാൻ സാധ്യമാകുമായിരുന്നില്ല. If they didn't change, they would wreck their ships. അവർ ആ മെസ്സേജിനനുസരിച്ച് 50 ഡിഗ്രി വലത്തോട്ട് മാറിയില്ല എങ്കിൽ അവർക്ക് തന്നെയും വഴിതെറ്റുമെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞില്ല. And it's the same with us, brothers and sisters. ഇത് തന്നെയാണ് നമ്മുടെ കാര്യത്തിലും യാഥാർത്ഥ്യം, We പ്രിയപ്പെട്ടവരെ. cannot fight against the lighthouse. ദൈവത്തിന്റെ ആ വെളിച്ച ഗോപുരത്തിനെതിരായി എനിക്കോ നിങ്ങൾക്കോ ഈ ലോകത്തിൽ പോരാടുവാൻ സാധിക്കില്ല. The lighthouse will not move. ആ ലൈറ്റ് ഹൗസ്, ആ പ്രകാശ ഗോപുരം നമുക്കിഷ്ടമുള്ളതുപോലെ മാറില്ല. If somebody has to move, it is us. ആരെങ്കിലും ഒരു മാറ്റം വരുത്തി അതിന് ആനുപാതികമായി സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ പ്രകാശ ഗോപുരം മാറ്റം വരുത്തില്ല, മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. We are the ones that need to conform ourselves to what God says. ദൈവം പറയുന്ന വെളിച്ചത്തിനൊത്തവണ്ണം രൂപാന്തരപ്പെട്ട് മാറ്റം വരുത്തി അതിന് ആനുപാതികമായി സഞ്ചരിക്കേണ്ടവർ ഞാനും നിങ്ങളും ഓരോരുത്തരുമാണ്. God will not conform to us. ദൈവം നമുക്ക് ആനുപാതികമായി നമ്മുടെ മാറ്റങ്ങൾക്കൊത്തവണ്ണമല്ല സഞ്ചരിക്കുന്നത്. Imagine we're doing something that is evil. He will not say, okay, let me change my law, let me change what I said to conform to you. ഞാൻ ചെയ്യുന്ന പാപങ്ങൾ അപ്രകാരം പാപത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് പറയുവാൻ കഴിയില്ല, ആ പാപം നിനക്ക് മാറ്റുവാൻ കഴിയാത്തത് കൊണ്ട് ആ പാപത്തിന്റെ കൽപ്പനയെ ഞാൻ മാറ്റി നിനക്ക് അനുകൂലമായി ഞാൻ നിന്നെ സംരക്ഷിക്കാം. ഒരിക്കലും ദൈവത്തിന് അങ്ങനെ പറയുവാൻ സാധ്യമല്ല. It takes away our pride to submit to what God says. നമ്മുടെ സ്വാർത്ഥതകളെ, നമ്മുടെ തെറ്റുകളെ മാറ്റി ദൈവത്തിന്റെ വചനം നൽകുന്ന വെളിച്ചത്തിനൊത്തവണ്ണം സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. But we may keep our ways. നാം അതിന് നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. We may be stubborn and say, I will do what I want. അപ്പോഴും നാം ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഇല്ല, ആ വെളിച്ചത്തിനൊത്തവണ്ണം ഞാൻ സഞ്ചരിക്കില്ല, എൻ്റെ ഇഷ്ടമുള്ളത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഹൃദയത്തെ നാം കഠിനപ്പെടുത്തുവാൻ ശ്രമിച്ചേക്കും. But if we take that position, എന്നാൽ ദൈവത്തോടൊപ്പം ഒരു തീരുമാനമെടുക്കുവാൻ നാം മനസ്സ് വെച്ചാൽ we will wreck our ships. നാം നമ്മുടെ കപ്പലുകളെ യാതൊരു ഛേദവും കൂടാതെ അപ്പുറത്തെത്തിക്കുവാൻ സാധ്യമായി തീരും. The result will be the loss of our souls. നാം അതിനെതിരായി പ്രവർത്തിക്കുവാൻ മനസ്സ് വെച്ചാൽ നമുക്കുണ്ടാകുന്നത് വലിയ പ്രയാസവും അപകടവും മരണവും ഒക്കെ ആയിരിക്കും. And I'm not interested in that, so I want to conform to what God says. ആ ഒരു മരണത്തിന്റെ പാതയിൽ ചെന്ന് നശിച്ചു പോകുവാൻ എനിക്ക് താല്പര്യമില്ല. ദൈവത്തിന്റെ വെളിച്ചം എന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ എൻ്റെ തെറ്റുകളെ തിരുത്തി ദൈവത്തിന്റെ വെളിച്ചത്തിനൊത്തവണ്ണം സഞ്ചരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു.
5 more minutes. 5 minutes? Yeah, 5-10 minutes. Okay, so we already studied a little bit of the sanctuary now, right? കൂടാരത്തെക്കുറിച്ച് നാം കുറച്ചൊക്കെ പഠിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. Did you understand? നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായോ? Yes. Okay. So in the sanctuary, we saw that one day there will be a cleansing. നാം മനസ്സിലാക്കിയത് ഈ വിശുദ്ധ മന്ദിരത്തിൽ ഒരു ദിവസം അതിന്റെ ശുദ്ധീകരണ ശുശ്രൂഷയ്ക്കായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. That was the earthly sanctuary. അത് ഭൂമിയിലെ കൂടാരത്തിന്റെ ശുശ്രൂഷകളാണ്. But it represented the heavenly reality. എന്നാൽ ഭൂമിയിലെ കൂടാരത്തിന്റെ ശുശ്രൂഷകൾ സ്വർഗീയ കൂടാരത്തിന്റെ വെറും ഒരു മാതൃക മാത്രമാണ്. So just as the person would bring the lamb and confess the sins upon the head of the lamb. അവിടെ ഒരു മനുഷ്യൻ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ മൃഗത്തിന്റെ തലയിൽ കൈവച്ച് ആ മൃഗത്തെ യാഗം കഴിക്കുന്നത് പോലെ, just as the sinner would do that, ഒരു പാപിയായ മനുഷ്യൻ അത് പ്രവർത്തിക്കുന്നത് പോലെ, we are to confess our sins upon Christ. യേശുക്രിസ്തുവിൽ ആ യാഗമൃഗമാകുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയണം. And to transfer our sins to him. നമ്മുടെ പാപങ്ങളെ നാം ക്രിസ്തുവാകുന്ന യാഗമൃഗത്തിലേക്ക് മാറ്റണം. He is called the sin bearer. യേശുക്രിസ്തുവിനെ പാപം വഹിക്കുന്നവൻ എന്നാണ് വിളിക്കുന്നത്. He carries all my sin. എൻ്റെ പാപങ്ങളെ കർത്താവായ യേശുക്രിസ്തു ചുമക്കുകയാണ്. All of your sin as well. എൻ്റെ പാപങ്ങളെ, and all of our sin. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ യേശുക്രിസ്തു ചുമക്കുകയാണ്, വഹിക്കുകയാണ്. It must be very heavy. അത് വളരെ ഭാരക്കൂടുതലുള്ളതായിരിക്കാം. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ യേശു ചുമക്കുകയാണ്. And the sin of all the people of the world. ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും പാപങ്ങളെ യാഗമൃഗമായ കർത്താവായ യേശുക്രിസ്തു ചുമക്കുകയാണ്. Through all ages. കാലാകാലങ്ങളായി യുഗങ്ങളായി ആ പാപങ്ങളൊക്കെയും കർത്താവായ യേശുക്രിസ്തു ചുമന്നുകൊണ്ട് നടക്കുകയാണ്. He is the sin bearer. ആ യേശുക്രിസ്തു നമ്മുടെ പാപത്തെ ചുമക്കുന്നവനാണ്. And he carries all that until he is slain. യേശുക്രിസ്തു ആ പാപങ്ങളെ അവൻ അപ്രകാരം അറുക്കപ്പെട്ട നിമിഷം വരെ ചുമന്നുകൊണ്ട് നടന്നവനാണ്. And why so? അതെന്തുകൊണ്ടാണ് അങ്ങനെ? Because the wages of sin is death. കാരണം പാപത്തിന്റെ ശമ്പളം എന്തത്രേ? മരണമത്രേ. So he had to, if he was to carry my sin, he had to die for my sin. എൻ്റെ പാപത്തെ യേശുക്രിസ്തു ചുമക്കേണ്ടി വന്നാൽ ആ പാപത്തിന് പകരമായി കർത്താവ് എനിക്ക് വേണ്ടി മരിക്കേണ്ടതുണ്ട്. And this is so sad. അതെത്ര നിരാശയുടെ സങ്കടത്തിന്റെ ഒരു അവസ്ഥയാണ്. He didn't deserve it. എനിക്ക് പകരക്കാരനായി എനിക്ക് വേണ്ടി മരിക്കുകയോ, ഒരിക്കലും അങ്ങനെ മരിക്കേണ്ടവനല്ല കർത്താവായ യേശു. Who deserved to die? ആരാണ് മരിക്കേണ്ടവൻ? We did, not him. നമ്മൾ ഓരോരുത്തരുമായിരുന്നു മരിക്കേണ്ടിയിരുന്നത്. But yet he carries all our sin and pays for it. എന്നാൽ അതിന് പകരം യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്ന് അതിന് പരിഹാരമായി നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. And as I said, this is so sad because he didn't deserve it. കാരണം യേശുക്രിസ്തു അതിന് യാതൊരു തെറ്റും ചെയ്തില്ല. നമുക്ക് വേണ്ടി മരിക്കേണ്ടതിനായി, നമുക്ക് വേണ്ടി പാപയാഗമാകേണ്ടതിനായി അവൻ ഒരു തെറ്റും ചെയ്തില്ല. എന്നാൽ നമുക്ക് വേണ്ടി യേശുക്രിസ്തു പാപയാഗമായി തീർന്നു. But at the same time, this is so wonderful. എന്നാൽ ഇത് എത്ര മഹത്വകരമായ ഒരു സത്യമാണ്. Because what the law requires is death for he who sins. അവിടെ എന്താണോ ന്യായപ്രമാണം ആവശ്യപ്പെട്ടത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ആ ന്യായപ്രമാണത്തിന്റെ ആവശ്യത്തെ നിവർത്തിക്കുവാൻ നമുക്ക് പകരക്കാരനായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുകയാണ്. So because he paid with his life, he died, everything is paid. അവിടെ നമുക്ക് പകരക്കാരനായി ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ നമ്മുടെ പകരക്കാരനായ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗ ബലിയായി തീരുന്നു. His death is enough to satisfy the justice of the law. ആ ന്യായപ്രമാണത്തിന്റെ നീതിയെ നിവർത്തിക്കുവാൻ യേശുക്രിസ്തുവിന്റെ മരണം മതിയായതാണ് എന്ന് നമ്മെ വചനം പഠിപ്പിക്കുന്നു. The payment is complete. അവിടെ യേശുക്രിസ്തു കൊടുത്ത ആ പ്രതിഫലം, ആ കൊടുത്ത കാര്യം അത് മതിയായതാണ് എന്ന് നമ്മെ വചനം പഠിപ്പിക്കുന്നു. And that's where the evangelicals stop. അവിടെയാണ് ഇവാഞ്ചലിക്കൻസ് അവിടെയാണ് നിർത്തപ്പെട്ടത്. They say Christ paid for my sin. യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തിരിക്കുന്നു. That's it, I'm free from sin. അതുകൊണ്ട് ഞാൻ ഇനി സ്വതന്ത്രനാണ്, മറ്റൊന്നും എനിക്ക് ഇനി ബാധകമല്ല. But if we look at the ritual in the sanctuary, the killing of the lamb was the first step. എന്നാൽ ഈ കൂടാര ശുശ്രൂഷകളെ പഠിക്കുവാൻ തക്കവണ്ണമിടയായാൽ എനിക്ക് പകരക്കാരനായി യേശുക്രിസ്തു മരിക്കുന്നത് വാസ്തവത്തിൽ വീണ്ടെടുപ്പിന്റെ വേലയുടെ ആദ്യ ഭാഗം മാത്രമാണ്. When the evangelicals say he died for me, he paid for my sin, they're correct.
അവിടെ ഇന്ന് ധാരാളം ക്രിസ്ത്യാനികൾ പറയുന്നത് യേശുക്രിസ്തു എനിക്ക് വേണ്ടി പാപയാഗമായി ക്രൂശിൽ അവൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു. ശരിക്കും അത് സത്യമാണ്. But they don't realize that the cleansing of sin from the universe did not stop at Christ's death. എന്നാൽ അവർക്ക് മനസ്സിലാകാതെ പോകുന്നത് പാപത്തിന്റെ പരിഹാരം, ഈ ലോകത്തെ പാപത്തിൽ നിന്നും പൂർണ്ണമായും വീണ്ടെടുക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി ക്രൂശിൽ പൂർത്തിയാവുകയല്ല, സത്യത്തിൽ ക്രൂശിൽ ആരംഭിക്കുകയായിരുന്നു. When Christ died, it was the first step in this system. ഈ വലിയ വീണ്ടെടുപ്പിൻ ചരിത്രത്തിൽ, ഈ വീണ്ടെടുപ്പിൻ വേലയിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ആ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ക്രൂശിൽ സത്യത്തിൽ പൂർത്തിയാവുകയല്ല, ആരംഭിക്കുകയായിരുന്നു. His death alone would not be of any avail to us if he wasn't interceding now before God for us. ആ വീണ്ടെടുപ്പിന്റെ വേല പൂർത്തിയാകണമെങ്കിൽ യേശുക്രിസ്തുവിന് ക്രൂശിൽ മരിച്ചാൽ മാത്രം മതിയാവുകയില്ല. നമുക്ക് വേണ്ടി പകരക്കാരനായി, നമുക്ക് വേണ്ടി പക്ഷാപാതം നടത്തി നമ്മെ ക്രിസ്തു തുല്യരാക്കി മാറ്റുന്ന ആ വീണ്ടെടുപ്പിൻ പ്രവൃത്തി ക്രൂശിൽ ആരംഭിക്കുക മാത്രമാണ് ചെയ്തത്. Because it is in his intercession that he applies his blood, his merits toward us. കാരണം യേശുക്രിസ്തുവിന്റെ ശേഷമുള്ള ശുശ്രൂഷകളിൽ നമ്മുടെ പകരക്കാരനായ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് യേശുവിന്റെ രക്തത്താൽ നമുക്ക് പാപത്തിന്മേൽ ജയം തരുന്ന ആ പ്രവൃത്തി യേശു ചെയ്തുകൊണ്ടിരിക്കുന്നു. When we by faith come before the throne of God, നാം വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക്, കൃപാസനത്തിന്റെ അടുക്കലേക്ക് വിശ്വാസത്താൽ കടന്നു ചെല്ലുമ്പോൾ, and we say, Dear Father, I have sinned, but I believe your Son, that he died for me. Please apply his merits to me. I accept his death instead of my death. അവിടെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ പാപങ്ങൾക്ക് പകരമായി യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ആ പകരക്കാരനായ കർത്താവ് മരിച്ചതുകൊണ്ട് അവിടുത്തെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകി എന്നെ ശുദ്ധീകരിച്ച് എന്നെ നിർത്തുമാറാകണമേ. അതാണ് നമ്മുടെ പ്രാർത്ഥന. When we do that, അത് നാം ചെയ്യുമ്പോൾ in heaven, സ്വർഗ്ഗത്തിൽ കർത്താവായ യേശുക്രിസ്തു raises his hands. യേശുക്രിസ്തു തന്റെ കരങ്ങൾ ഉയർത്തി, and he says, Father, this person believes in me. പിതാവേ, ഈ മനുഷ്യൻ എന്നിൽ വിശ്വസിക്കുന്നവനാണ്. I paid for his sins. അവന്റെ പാപങ്ങൾക്ക് ഞാൻ പരിഹാരം വരുത്തിയിരിക്കുന്നു. I give him my life insurance policy. ഞാൻ എൻ്റെ ജീവൻ രക്ഷാ പോളിസി അവന് കൊടുത്തിരിക്കുന്നു. Eternal life. അത് നിത്യജീവൻ എന്ന അവകാശമാണ്. I accept him as my son. എൻ്റെ മകനായി ഞാൻ അവനെ സ്വീകരിച്ചിരിക്കുന്നു. And I reprieve him from the condemnation of death. അവിടെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും ഞാൻ അവനെ വീണ്ടെടുത്തിരിക്കുന്നു. This is a transaction that Christ is making in heaven. അവിടെ ഈ ഒരു ട്രാൻസാക്ഷൻ ആണ് സത്യത്തിൽ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി യേശുക്രിസ്തു പിതാവിന്റെ അടുക്കൽ ചെയ്യുന്നത്. And because of his intercession for us, ആ പക്ഷാപാത ശുശ്രൂഷ, നമുക്ക് വേണ്ടിയുള്ള യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ, the Father accepts his death instead of my death. എനിക്ക് പകരം ഞാൻ മരിക്കേണ്ടതിന് പകരം യേശുക്രിസ്തു മരിച്ചു എന്നുള്ള ആ വലിയ സത്യം നമുക്ക് പകരമായി പിതാവ് അംഗീകരിക്കുന്നു. And he accepts me as his son, although I was a rebel. ഞാൻ അപ്രകാരം ഒരു ശത്രുവായിരുന്നിട്ടും യേശുക്രിസ്തുവിന് പകരമായി യേശു നമുക്ക് മരിച്ചത് കൊണ്ട് യേശുവിനെ സ്വർഗത്തിലെ പിതാവ് സ്വീകരിക്കുന്നത് പോലെ നമ്മയും പിതാവായി ദൈവം സ്വീകരിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു. And he loves me as he loves his son. തന്റെ മകനെ പിതാവ് സ്നേഹിക്കുന്നത് പോലെ നമ്മയും പിതാവായി ദൈവം സ്നേഹിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. Do you see what Christ is doing in heaven? യേശുക്രിസ്തു സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് ഇന്ന് നിങ്ങൾ കാണുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? He is applying his merits to every person who repents. തന്റെ ആ യാഗത്തിന്റെ ഗുണങ്ങളെ നമുക്ക് വേണ്ടി ഇന്ന് കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. That's why it is important to study the sanctuary. അതുകൊണ്ടാണ് ഈ കൂടാര ശുശ്രൂഷകൾ ഇത്രയും ആഴമായി പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പിതാക്കന്മാരായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടത്. We will take a break right now. Lunch. We will go for the lunch. For lunch? Yeah. We'll go for lunch. And then we'll come back and we'll study more on the righteousness by faith message. ആകയാൽ നാം ഈ സമയത്ത് ഫുഡിന് പോകുന്നതിന് മുൻപ് പ്രാർത്ഥനയോടെ ശേഷമുള്ള കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കടന്നു പോകാം. വിശ്വാസം നീതിയാൽ എന്ന ആ സത്യത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ലഞ്ചിന് ശേഷം നമുക്ക് പഠിക്കാം. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് പിരിയാം. Let's pray. Dear Father in heaven, സ്വർഗ്ഗത്തിലെ ഞങ്ങളുടെ പ്രിയ പിതാവേ, what a privilege we have to know
your son Jesus Christ. യേശുക്രിസ്തുവിനെ അറിയുക എന്നത് എത്ര മഹത്വകരമായ ഒരു പദവിയാണ്. And by faith to appropriate of his merits. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അതിശയകരമായ മഹത്വത്തെ തിരിച്ചറിയുവാൻ. And to receive the cleansing that his blood can do in our lives. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ഞങ്ങളിൽ നൽകുവാൻ കഴിയുന്ന ആ മഹത്വകരമായ ശുദ്ധീകരണത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. Help us to trust your son. അവിടുത്തെ പുത്രനെ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവേ. And to live the life that will glorify your name. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ആ ജീവിതം യേശുക്രിസ്തുവിൽ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. As we break for lunch, ആഹാരത്തിനായി ഞങ്ങൾ പിരിയുമ്പോൾ we pray that you will be with us. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. And that our thoughts may still continue to be centered on you. അവിടുത്തെയിൽ മാത്രം ഞങ്ങളുടെ ചിന്തകളെ നിറയ്ക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. May you bring us back in the afternoon to continue studying about the righteousness of Christ. അവിടുത്തെ നീതിയിൽ അനുഭവങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളെ വീണ്ടും കർത്താവ് കൃപയോടെ കൂട്ടിവരുത്തണമേ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.